ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭക്തജനങ്ങൾ തിരക്ക് വർദ്ധിച്ച് വരികയാണ്. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലാണ്. അവർക്കെല്ലാവർക്കും കൃഷ്ണനെ കാണണം, തൊഴുകണം. ഇതൊരു ഒരു വികാരമായി മാറിയിരിക്കുകയാണ്. ഇതൊന്ന് കൈകാര്യം ചെയ്ത് അവർക്ക് ഭഗവാനെ കാണുകയും ചെയ്യണം, തൊഴുകയും ചെയ്യണം. എന്നാൽ ഈ ബഹളങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്യണം. അപ്പോൾ ഒഴിവാക്കാൻ എന്താ മാർഗം നോക്കി പല കാലഘട്ടത്തിലും പലരും ഈ ക്യൂ സിസ്റ്റം വരുന്നതിനും വെർച്വൽ ക്യൂ നടത്തുന്നതിനും ഒക്കെ കുറിച്ച് ഗൗരവമായി പറയുകയും ചിന്തിക്കാനും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. ഇക്കുറി ഞങ്ങളൊന്ന് തീരുമാനിച്ചു, എന്തു വന്നാലും വെർച്വൽ ക്യൂ യാഥാർത്ഥ്യമാക്കി തീർക്കണം. ഈ വരുന്ന 4-ാം തീയതി മുതൽ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ സിസ്റ്റം പ്രവർത്തിക്കും. ആ സിസ്റ്റത്തിൽ നമുക്ക് ഒരു 8 സ്ലോട്ടായിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഒരു ദിവസം 8 സ്ലോട്ടുകളായിട്ടാണ്. അങ്ങനെ മുഴുവൻ സമയം നമുക്ക് കൊടുക്കാറായില്ല. ഒരു ദിവസത്തിലെ മുഴുവൻ 24 മണിക്കൂറും കൊടുക്കാറായില്ല സമയം. ഈ 8 സ്ലോട്ട് കൊടുത്തിട്ട് ഒരു സ്ലോട്ടിൽ 300 ആൾ പോവും, പങ്കെടുക്കും. ഏത് പണിക്ക്? അതെ, സെപ്പറേറ്റ് ക്യൂ ഉണ്ടാവും. വെർച്വൽ ക്യൂ അത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. വെർച്വൽ ക്യൂവിൻ്റെ ഈ സിസ്റ്റം ഒന്ന് സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞങ്ങളുടെ പരിശോധന. പ്രത്യേകം ഉണ്ടാവും. ഈ 300 അതന്നെ 300 ഒരു ദിവസം 2400 ആൾ പോവും ഒരു ദിവസം. ഒരു സ്ലോട്ടിൽ 300 ആൾ പോവും. അങ്ങനെ 8 സ്ലോട്ട്. ഈ 2 ദിവസം ഞങ്ങൾ ഇത് നടപ്പിലാക്കിയിട്ട് ഇത് സക്സസ് ആണ്, പൂർണ്ണമായും 100% ശരിയാവണു എന്ന് തോന്നിയാൽ എല്ലാ ദിവസവും, എല്ലാ മാസത്തിലെ ഒരു ദിവസവും വിട്ടുകൊടുക്കാതെ ഞങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി കുറേ പരിഹരിക്കപ്പെടും എന്ന് ഞാൻ തോന്നുന്നു. ബുക്കിംഗ് തുടങ്ങിയതിൻ്റെ എണ്ണത്തിൻ്റെ കണക്ക് എൻ്റെ കയ്യിലില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്തത്ര ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കും. ഒരു മാസം ഇപ്പോൾ പരീക്ഷ നോക്കും. അത് വിജയകരമാണെന്ന് തോന്നിയാൽ എല്ലാ ദിവസവും ഗുരുവായൂർ വെർച്വൽ ക്യൂവിൽ നമ്മൾ ആ പദ്ധതി നടപ്പിലാക്കി കൊണ്ടുവരും. ഇതിൽ നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ പ്രത്യേക ക്യൂ ഏർപ്പെടുത്തിയും. പല ക്യൂകളുണ്ട്. ഇപ്പോൾ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഭക്തജനങ്ങൾ, വിവിധ സ്റ്റേറ്റുകളിൽ വരുന്ന ജനങ്ങൾ, പിന്നെ പ്രാദേശികത്വ ആളുകൾ, VIP-കൾ, പിന്നെ പാസ് അനുവദിച്ച് പോകുന്ന ആളുകൾ. ഇങ്ങനെ 5-8 സംവിധാനമുണ്ടെങ്കിലും ഒരു ഡോറിൽ കൂടി വേണമെന്ന് പോവാൻ. നമുക്ക് കിഴക്കേ നടയും മെയിൻ വിളക്ക് വഴി അല്ലാണ്ട് വടക്കേ നടയിലോ പടിഞ്ഞാറ് നടയിലോ ആളെ കയറ്റാൻ പാടില്ല. ഇതിൻ്റെ ആചാര ലംഘനങ്ങൾ ഒരിക്കലും പാടില്ല. അപ്പോൾ ഈ 4 ലൈനുകൾ, 5 ലൈനുകളുടെ ഒരു ഡോറിൽ കൂടി കടന്നു പോകുമ്പോൾ വെർച്വൽ ക്യൂവിൽ വന്ന ആളുകളെ മാത്രം ഒരു ക്യൂ ആയിട്ട് വിടുമ്പോൾ മറ്റൊരു അസ്വസ്ഥരാകും. ഈ ലോക്കൽ ആളുകളെ മുഴുവൻ, പ്രാദേശിക ആളുകളെ മുഴുവൻ കയറ്റി വിടുമ്പോൾ മറ്റൊരു കൂട്ടർ അസ്വസ്ഥരാകും. ജനങ്ങൾക്ക് മുഴുവൻ പോകണമല്ലോ. അപ്പോൾ അതിനാണ് ഇടവിട്ട് കുറേശ്ശെ അയക്കുന്നത്. ഈ വെർച്വൽ ക്യൂവിൻ്റെ പോകുമ്പോൾ ഞാൻ സെപ്പറേറ്റായിട്ട് ക്യൂൺ പോകും എന്ന് നമ്മളിപ്പോൾ പറയുമ്പോഴെങ്കിലും ലാസ്റ്റിൽ നമുക്ക് ഇത് എൻട്രി വരുമ്പോൾ ഒന്നിക്കും, ഇതിനെ അങ്ങോട്ട് പോയിട്ട് ഒന്നിച്ച് കൊണ്ടുപോകും. ഇതാണ്. എന്നാൽ തന്നെ വലിയ രീതിയിലുള്ള ക്യൂ 4 മണിക്കൂർ 5 മണിക്കൂറാണ്. 6 മണി മുതൽ തുടങ്ങും. 6 മണി മുതൽ തുടങ്ങും. അവർക്കൊക്കെ കൊടുത്ത് ഓരോ മണിക്കൂർ കൊടുത്ത് 7, 8, 8 ഇങ്ങനെ കൊടുക്കും. 8, 9 ഒരു ദിവസത്തിൽ ഈ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 8 സ്ലോട്ടുകളായിട്ട് കൊടുക്കും. 7, 8, 8, 6, 8, 8 അങ്ങനെ പറഞ്ഞു. വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ശനി ഞായറും പ്രാവർത്തികമാക്കാൻ കഴിയില്ല. അപ്പം ഞങ്ങൾ ഇതൊന്ന് നോക്കട്ടെ. ഈ പരീക്ഷണത്തിൽ കൊടുത്താൽ എന്ത് മാറ്റം വരുത്തണം, സക്സസ് ആവുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള മാറ്റത്തിലൂടെയാണ് ഇതിനെ ശരിയാക്കിയെടുക്കാൻ കഴിയുക എന്ന് പരിശോധിച്ചിട്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കാത്തത്ര ഭക്തജനങ്ങളല്ലേ. ഇന്ന് 1000 കണ്ട നാളെ 2000ആണ്, മറ്റന്നാൾ 5000 ഇന്നലെ ഏകദേശം നമ്മുടെ കണക്കുകൾ ഒരു 15,000-ത്തിലധികം ആളുകൾ വന്നു പോയിട്ടുണ്ടെന്നാലും. ഗുരുവായൂർ മുഴുവൻ ജനങ്ങളായിരുന്നു.
ക്യൂ പടിഞ്ഞാറേ നട കടന്നു പോയിട്ടും നാട്ട് മുഴുവൻ ജനങ്ങളായിരുന്നു. പക്ഷെ ഇവരെ തൊഴിയിക്കണമല്ലോ, ആ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് പരമാവധി ലൈനുകൾക്ക് സ്റ്റോപ്പിട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇന്നലെ പൂർണ്ണതയിൽ എത്തിച്ചത്. പക്ഷെ ഒരാൾ പോലും തൊഴുകാതെ പോയിട്ടില്ല. പിന്നെ നമുക്കുള്ള ബുദ്ധിമുട്ട്, ഞങ്ങൾ ഈ വികലാംഗരെ ഈ ബുദ്ധിവൈകല്യമുള്ള ആളുകൾ, അങ്ങനെയുള്ള ഭിന്നശേഷിക്കാർ, അങ്ങനെയുള്ള എല്ലാവരെയും കണ്ടുപിടിച്ച് വളരെ നേരത്തെ തന്നെ ദേവസ്വം പറഞ്ഞിട്ടുണ്ട്, ഒരു നിയമ റൂളും നോക്കാതെ അവരെ കൊണ്ടുപോയി തൊഴിയിക്കാൻ ഞങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതിലൊരു കേസ് ബഹുമാനപ്പെട്ട കോടതിയിലുണ്ട്. ഒരു ഭിന്നശേഷിക്കാരെ കോടതി കൊടുത്തിട്ട് എന്നെ തൊഴിയിക്കാൻ അറിയില്ല. നമുക്ക് ഈ ഹോളിഡേ ദിവസങ്ങളിൽ പാസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നെയ്വിളക്ക് നിയമാനുസരണം മാത്രമേ ഉള്ളൂ, ആർക്കും മറ്റൊന്നും പോകാൻ കഴിയില്ല. അപ്പോൾ അത് പോകുന്ന സമയത്ത് ഒരാളെ ആരോ അദ്ദേഹത്തിനെ പരിഗണിച്ചില്ല, മുകളിൽ കൂടി കയറ്റി വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ വന്നതുകൊണ്ട് ആ കേസ് കൂടി വന്നത്, അതും പരിശോധിക്കാൻ പോവാം ഞാൻ, അതെന്തുകൊണ്ടുണ്ടായി അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഉണ്ടായിട്ടില്ല എന്നാണ് ദേവസ്വത്തിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. നമുക്ക് സത്യാവസ്ഥ അറിയില്ല. പരിശോധിച്ചിട്ട് അത്തരം വീഴ്ചകളില്ലാതെ കൊണ്ടുപോകാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. പക്ഷെ ഇപ്പം തന്നെയുണ്ട് ഒരു വൃദ്ധ, വളരെ വൃദ്ധയായി കണ്ടാൽ കൃഷ്ണ എന്ന് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ലൈനൊക്കെ മാറ്റിച്ച് അവരെ കൊണ്ട് തൊഴിയിക്കും ഞങ്ങളിപ്പോൾ. അത് ഞാൻ വന്നതിന് ശേഷം വളരെ കർശനമാക്കി. വികലാംഗരെ മുഴുവൻ ഞാൻ മാറ്റി ഞാൻ പോലും പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ആളുകളെ ഉള്ളിൽ. അപ്പോൾ അവർ പുറത്ത് നിൽക്കുന്നത്, വീൽ ചെയറിൽ കാണുന്നത്, നടക്കാൻ വയ്യാത്തവരെയൊക്കെ ഉള്ളിൽ കൊണ്ടുപോകുക എന്നുള്ളത് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവർ പ്രാവർത്തികമായി ഒരാക്ഷേപവും ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അകത്തുണ്ടായിട്ടില്ല, ക്ഷേത്രത്തിൻ്റെ അകത്തുണ്ടായിട്ടില്ല. അതിലൊക്കെ പ്രത്യേക ശ്രദ്ധ ഞങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. ഇനിയും പോരാത്തതുണ്ടെങ്കിൽ അവയും കൂടി പരിശോധിച്ച് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഉത്സവങ്ങളും ഈ തിരക്ക് ഓരോ ദിവസവും ഇനി കൂടാനാണ് സാധ്യത ഞങ്ങൾക്കറിയാം. ഈ മാസം ഇനി അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പം എല്ലാറ്റിലും പരിശോധന കർശനമായി നടത്തുന്നുണ്ട്. ഭണ്ഡാരം തുറക്കലിലും ഭണ്ഡാരങ്ങളിലും എൻ്റെ ഹൈക്കോടതി നിർദ്ദേശിച്ച വ്യക്തികൾക്ക് പുറമെ ഞാൻ പോയി എന്താണ് നടക്കുന്നത്, ഏതാണ് നടക്കുന്നത് നോക്കിയിട്ട് വരുന്നുള്ളൂ. ഇടയ്ക്ക് പോയി പരിശോധിക്കും. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് കോടിക്കണക്കിന് രൂപ എണ്ണി വരികയാണ് ഓരോ മാസം. കഴിഞ്ഞ 2 മാസം മുമ്പ് 10 കോടിയാണ് വരവ്. കഴിഞ്ഞ പ്രാവശ്യം 6 കോടിയാണ്. ഇങ്ങനെ കോടികൾ വരുന്നുണ്ട്. ബാങ്കുകളാണ് എണ്ണുന്നത്, അവരുടെ ഉത്തരവാദിത്തത്തിലാണ്. ഇതിലൊന്നും ദേവസ്വത്തിന്, അമ്പലത്തിലെ ജീവനക്കാർക്ക് യാതൊരു പങ്കുമില്ല ഇതിലൊന്നും.